ഇഷ്ടമൊക്കെയാണ് കാണാൻ പിടിച്ചോണ്ടിരിക്കുക. ജർമ്മനിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് നാണം കെടുന്നതും എൻ്റെ ഫ്രണ്ട്സായ മാരിസും മിർലയുടെയും കൂടെ ലോകത്തിലെ ഒരേ ഒരു സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത ഹൈവേയിൽ കൂടി അവിടുത്തെ ഫേമസ് ആയ ബീച്ചിൽ പോകുന്നതും അവിടെ വെച്ച് തന്നെ 2 പേരെ പരിചയപ്പെട്ട് പിന്നീട് ബോട്ട് യാർഡിൽ എല്ലാവരുടെയും കൂടെ ഇരുന്നൊരു അടിപൊളി സൺസെറ്റും കണ്ടാലോ. ഞാൻ JD, മറ്റൊരു ജർമ്മൻ വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അങ്ങനെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിലെ ഒരു ബീച്ച് കാണാൻ പോകും. അപ്പോൾ അതിലൂടെ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. മിറല്ലയുടെ ബോയ് ഫ്രണ്ടും കൂടാണ് വരുന്നത്. ബോയ് ഫ്രണ്ടിൻ്റെ പേര് മാഗി എന്നാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ. ഇപ്പം എന്താ എത്തി. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചാൽ ബസ് വരണം. ബസ് എത്തി. അയ്യോ, അങ്ങനെ ഞാനിപ്പം ബസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ ബസ് സ്റ്റേഷൻ. കണ്ടോ, ഭയങ്കര വലുതാണ്. ഇതേക്കുന്നുണ്ടോ വാൻസ്ബർഗ് മാർട്ട്. ഇതാണ് ആ ബസ് സ്റ്റേഷൻ്റെ പേര്. ഇവിടുന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോയിട്ടാണ്, അതായത് നമ്മൾ മറ്റേ ഫ്ലവേഴ്സ് കാണാൻ പോയില്ല. അന്ന് നമ്മളിവിടെ താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഫുൾ ട്രെയിനും കാര്യങ്ങളും മെട്രോ എല്ലാം നമുക്ക് താഴെ നിന്ന് കയറാം. ഇവിടുന്ന് മേളിൽ ബസ്സാണ്. ഇത് ഓപ്പൺ ഏരിയയും കൂടാണ്. ഇവിടെ നിന്നാണ് മെയിനായിട്ട് എല്ലാ സ്ഥലത്തോട്ടും ബസ് പോകുന്നത്. ഇവിടെ ഓരോ സൈഡിലും ഓരോരോ സ്ക്രീൻ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് പോകാനുള്ള ആ പേരും പിന്നെ അതിൻ്റെ നമ്പറും, ഏത് വണ്ടിയാണ്, അത് എത്ര മിനിറ്റിനുള്ളിൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കാം, നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ എഴുതി വെച്ചേക്കുന്നതാണ്. നമുക്കിപ്പോൾ ബസ് കയറാറുണ്ട്. ആ ബസ്സുകളല്ല ഈ സൈഡിൽ നമ്മളവിടെ സൈഡിൽ കൊണ്ട് ചേർത്തിടും. ഓക്കെ, നമുക്കപ്പോൾ ബസ്സിനല്ല പോകേണ്ടത്, ഇന്നത്തെ കൂട്ടത്തിന് ട്രെയിനാണ് പോകേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഓരോ സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് എസ്കലേറ്ററിൽ പോവാം. അവിടുന്ന് തന്നെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ മെട്രോ കയറുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു സൈഡാണ് നോക്കുന്നുണ്ട്. ഇതുണ്ടോ മെയിനായിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നത് ഏതൊക്കെയാണ്, ഇങ്ങോട്ട് പോകുന്നത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഈ ഒരു ബോർഡ് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാക്കാം നമുക്ക് ഏത് സൈഡിലോട്ടാണ് പോകേണ്ടതെന്ന്. അതായത് നമ്മുടെ മെയിൻ സ്ഥലമായിട്ടുണ്ടോ, നമ്മുടെ മെയിൻ സ്ഥലമായിട്ട് പേര് കാണിക്കത്തില്ല, നമ്മുടെ സ്ഥലം കഴിഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ഏരിയകൾ കാണിക്കും. അപ്പോൾ ആ ഏരിയയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് ഇറങ്ങേണ്ടത്. അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എറണാകുളത്ത് പോകണമെങ്കിൽ എറണാകുളം ബസ്സിന് കയറി കഴിഞ്ഞാൽ കോട്ടയത്ത്, അതായത് കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്നവർക്ക് കോട്ടയത്ത് ഇറങ്ങാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കുന്നുള്ള ഏതെങ്കിലും സ്റ്റോപ്പായിരിക്കും നമ്മുടെ. അപ്പം മെയിനായിട്ടുള്ള സ്ഥലം ഇതുപോലെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സൈഡിൽ കൂടെ വരുന്ന ട്രെയിനിനാണ് നമുക്ക് പോകാൻ പറ്റുന്നതെന്ന്. പിന്നെ ഇപ്പം നമുക്കിനി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഡോറൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിനിയിപ്പോൾ ഇവിടെ നേരെ ഇടയ്ക്കത്തെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണം. അതുകൊണ്ട് ഇന്നിപ്പോൾ അവിടെ ഇങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ ഒത്തിരി കാണിക്കുന്നുണ്ട് മ്യൂസിക്കിനെ പറ്റി, ഇതിനെയൊക്കെ പറ്റി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് അക്ഷരം പോലും വായിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് എഴുതി കടിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് നോക്കി ഇതൊക്കെ എന്താ വന്നിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ട്. ഇതൊക്കെ കുറേ പാടുപെടും ഇത് വായിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. കുറേ കാര്യങ്ങൾ നോക്കുക. നമ്പേഴ്സ് മനസ്സിലാവുന്നുണ്ട്. സമയത്തിനൊക്കെ UHR ഊർന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ മ്യൂസിക് ചില ഇംഗ്ലീഷ് വാക്കുകളായിട്ട് ഭയങ്കര സ്വാമ്യം തോന്നുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ. പിന്നെ ചില അക്ഷരങ്ങളൊന്നും കറക്റ്റ് ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷനൊന്നും അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും. നമുക്കറിയാവുന്ന ചില വാക്കുകൾ അവിടെ വരുമ്പോഴത്തേക്കിന് അതുമായിട്ട് നോക്കുമ്പോൾ ഒരു ബന്ധമൊന്നുമില്ല ഇവിടെ ആൾക്കാർ സംസാരിക്കുമ്പോൾ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറേ ഉണ്ട് സത്യം പറഞ്ഞാൽ. ശരി, മെനക്കേടാ, എന്നാലും നമുക്ക് പഠിച്ചെടുക്കാൻ നോക്കാം. ഇവിടെ സ്വിച്ച് നീക്കാൻ തുറന്നു വരും. ആൾക്കാരൊക്കെ ഇപ്പം ഇറങ്ങി തുടങ്ങിയതാണ് സ്റ്റേഷൻ. കുഞ്ഞിനെ സൈക്കിൾ എടുത്ത് അവർ കൂടെ കൊണ്ടുപോയി പതിയെ പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എങ്ങനെ ഓടിക്കുന്നതെന്നൊക്കെ. നമുക്ക് പറയുന്നൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ആംഗ്യ ഭാഷയിലാണ് ഇപ്പം മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം. നാട്ടിലൊക്കെ മറ്റേ പഞ്ചാബിയോസ് കാണുമ്പോൾ ജബ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ജീവിതത്തിൽ അത് എടുത്തുകൊണ്ടിരിക്കുക നല്ലപോലെ. അങ്ങനെ ഞങ്ങൾ പതിയെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടുന്നൊരു 42 മിനിറ്റോളം ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് മിറല്ലയാണ്. മിറല്ല മാരീസ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഹൈവേയിലോട്ട് കയറി. ഹൈവേയിലാകുമ്പോൾ തന്നെ ഇതുണ്ടോ സ്പീഡിൽ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ തിന്ന് ഞങ്ങൾ പതിയെ പോവുക. ഇപ്പം
ലോകത്തിലെ ഏക സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത ഔട്ടോബാൻ ഹൈവേ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്പീഡിൽ വേണേലും പോവാം നമുക്ക്. പോളോ GTയിൽ ഇത്രയും സ്പീഡിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു ഫീല് വേറെ തന്നെ. മാരിസിന് ശരിക്കും ഇതുപോലത്തെ ട്രക്ക് ഓടിക്കുന്ന ജോലിയായിട്ടുള്ള ഈ ഹൈവേയുടെ സൈഡിലുള്ള പൂവൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഹൈവേന്ന് എക്സിറ്റ് എടുത്തൊരു സിറ്റി വന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സിറ്റി. ഇവിടുത്തെയൊക്കെ വീടുകളൊക്കെ ഭയങ്കര വലിയതാണ്. ഇവിടെ ഭയങ്കര റിച്ചായിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് ബീച്ചിൽ ഒത്തിരി പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബീച്ചിൽ എന്തായാലും നല്ല തിരക്കായിരിക്കും ഇന്ന്. പക്ഷെ എന്തായാലും തിരക്കാണെങ്കിലും പാർക്കിംഗ് കിട്ടി. ഇനിയിപ്പോൾ നേരെ ബീച്ചിലോട്ട് നടക്കുമോ ഞങ്ങൾ. വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നതിന് പിന്നെ ലോക്ക് ചെയ്യാൻ പിന്നെ ഓടിപ്പോയതാ. ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ പറഞ്ഞു കാനഡയിൽ ഞാനും ഇതൊക്കെ തന്നെ ആയിരുന്നു. ലോക്ക് ചെയ്യാൻ എപ്പോഴും മറന്നു പോകുന്നു. ഭാഷ അറിയത്തില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്ന ഏക ഭാഷ ഇതാ കഴിക്കുന്നത്. ഞാനേ മാരീസ് ഇതൊക്കെ ഇതാ പരിപാടി. മാരീസ് ഞങ്ങൾ ചിപ്സ് ബടി ഒന്ന് കഴിക്കുക. ഒരു കടയൊക്കെ ഉണ്ട്, കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട്. ഇത് വെറൈറ്റി. അതിന് മേളിൽ തന്നെ അപ്പാർട്ട്മെൻറ്റ് പോലെയുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ഈ സൈഡിൽ നിന്ന് ഇവിടെ ഒന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. കൊള്ളാം കേട്ടോ. ഞങ്ങളിപ്പോൾ എത്തി. നൈസ്. ഓ മണ്ണിനകത്ത് ചോട്ടി ഇനി ഇതിനകത്ത് മണ്ണ് കയറാൻ നോക്കണം, അതാ പാട്. ഓ എല്ലാവർക്കും ഇനി ഇരിക്കാൻ ഇതുണ്ടല്ലേ. ഓ ഇവിടെ നമുക്ക് ഷവറൊക്കെ ചെയ്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇത്ര നല്ല വെതർ ഇവിടെ വരുന്നത്. അതിൻ്റെ ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഷൂ ഊരണം. ഷൂ ഊരി അവരുണ്ടോ, അവർ ഷൂ ഊരി എടുക്കുന്നുണ്ടോ, അതുപോലെ ഊരി കയ്യിലെടുക്കണം. അല്ലെങ്കിൽ മൊത്തം ഷൂവും പിന്നെ കഴുകേണ്ടി വരും. ഇതുണ്ടോ ആരോ മീനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പോൾ കണ്ണൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ. അതിന് ചെറിയ ഇതുണ്ടോ, അത് കണ്ണ് കൊള്ളാം. ഞാൻ പറഞ്ഞോട്ട് തന്നെ നല്ല ആളുണ്ട്. ഇനിയിപ്പോൾ ബീച്ചിലെ വെള്ളത്തിലൊന്ന് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല, ഇവിടെ തിരമാല ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഷൂ ഔട്ട് വെച്ചിട്ടെ നീ വെള്ളം വാങ്ങിക്കണം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോർമലി കാനഡയിലൊക്കെ ഈ സമയത്ത് നല്ല തണുപ്പാണ്. പൊന്നോ എന്താ തണുപ്പാ. ഓ രക്ഷയില്ലാത്ത തണുപ്പ്. എൻ്റെ പൊന്നോ ഞാൻ നിർത്തി. അയ്യോ ഭയങ്കര തണുപ്പ്. മേ ബി ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകണമായിരിക്കും മിക്കവാറും ഇത് മാറാനായിട്ട്. അതുപോലെ ഇവിടെ രണ്ട് ഫാമിലിയിലെ പിള്ളേർ തമ്മിൽ മത്സരിച്ച് മണ്ണ് വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കും ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ് ഇവരോട് ഞാൻ പറഞ്ഞ് വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞാൽ അവർക്കും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചുമ്മാ പോസ് ചെയ്തത്. പിന്നെ എന്നോട് ചോദിച്ചാൽ അവരിവിടെ ഗെയിമൊക്കെ കളിക്കുക, അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കാമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇവർ ശരിക്കും ഞാൻ താമസിക്കുന്ന സെയിം സിറ്റിയിൽ നിന്ന് തന്നെയാണ് ഇവരും വരുന്നത്. ഇവർ കുറേ ഗ്രൂപ്പായിട്ട് ഇവിടെ വന്നത്, എല്ലാവരും ഇവിടെ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരോട് കഥയൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ നേരെ ഇവിടുത്തെ ആ പാലമില്ല, ആ പാലത്തിലോട്ട് കയറാൻ വേണ്ടി നടന്നു. മെറലയൊക്കെ ഓൾറെഡി എൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ശരിക്കും ഈ പാലം നല്ല ദൂരത്തിലാണ്, അത് നീളത്തിലാണ് പണിത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു പയ്യനൊക്കെ ഇങ്ങനെ സൈക്കിളിലൊക്കെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവിടെ. വിചാരിച്ചോട്ടല്ലേ ഈ പാലം നടന്നങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല വിശപ്പ്. എന്നാൽ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെ ഇപ്പം ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഇതുണ്ട്. ഇത് മൊത്തം കടകളും ഫുഡും അങ്ങനെ മൊത്തമായിട്ട് നല്ല രസം ഇവിടെ കാണാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന കടയുണ്ട്. അവിടുന്ന് നല്ലൊരു വ്യൂവിലൊക്കെ ഇരുന്ന് നമുക്ക് കഴിക്കാമെന്നാണ് പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാമെന്ന് വിചാരിച്ചു. ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ കിട്ടും. പിന്നെ ബാക്ക് ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടപ്പയെടുത്ത് ഇവിടുന്ന് മേടിക്കാനാണ് വന്നേക്കുന്നത്. അറിയത്തില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ കാണാതെ പഠിച്ചോണ്ട് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ കാണാതെ പഠിച്ചുകൊണ്ട് പോവുക. പറയാനുള്ളതെല്ലാം മനസ്സിൽ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഇത് തന്നെ പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കുന്നു. എന്തായാലും നോക്കട്ടെ നടക്കുമെന്ന്. എൻ്റെ ജർമ്മൻ കേട്ട് നിങ്ങളെല്ലാം ഇപ്പം ഞെട്ടും. ഇഷ്ടമൊക്കെയാണ് കാണാൻ പഠിച്ചോണ്ടിരിക്കുക. Ich möchte gerne zwei Fisch, Backfisch. എല്ലാം കാണാൻ പഠിച്ചു. പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഓ സോസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ കൊളാക്കി.
Oh, that will be much better. Okay. So I like to order 2 backfish and then 2 fish and chips. Yeah, I like to have garlic sauce, and what else you have? Sorry, what else you have other than garlic sauce? Okay, yeah, okay, I will go with the garlic then. And 3 bottle of water. Water? Yeah. Sparkling water? Sparkling water will be fine. Yeah, that's all. That's everything for today. Thank you. Thank you for your help today. ഓ, ഇതാണ് നമ്മുടെ നമ്പർ 37 വിളിക്കുക. നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. ഓക്കെ, നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ്. മാരിസ് ശരിക്കും കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാം കൂടെ ഓവർലോഡായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പോട്ടൊക്കെ ഉണ്ട്, എന്ത് രസം ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാനും ഒക്കെ. നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടോ ഈ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടോ, കൊള്ളാമല്ലേ? ഈ സൺസെറ്റും ഒക്കെ കണ്ട ആൾക്കാരിങ്ങനെ നിരന്നിരിക്കുക. എന്തോ ഒരു ഫീൽ. ശരിക്കും എല്ലാവരും ഇങ്ങനെ സൺസെറ്റും കണ്ട് ഒരു ബിയറും ഒക്കെ മേടിച്ച് കഴിഞ്ഞ് ഇവിടുന്ന്, എന്നിട്ട് എല്ലാവരും പതിയെ ഇങ്ങനെ നിന്ന് കഴിച്ചിങ്ങനെ നോക്കിയിരിക്കുക സൺസെറ്റ്. എന്താ ലൈഫല്ലേ. അയ്യോ, അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ ജർമ്മനിലെ ഒരു ബീച്ചൊക്കെ കണ്ട ആ ഒരു ഏരിയ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇനിയിപ്പം നേരെ വീട്ടിൽ പോവാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഇതുപോലുള്ള പുതിയ ജർമ്മനും അതുപോലെ പുതിയ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും കൂടാം.